Sorry. But still, yeah, welcome back, guys. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കുറച്ചും കൂടി സ്പെഷ്യൽ ആണ് അല്ലേ? കാരണമുണ്ട്, നമ്മൾ അത് വഴി പറയുന്നതായിരിക്കും. Okay, so we like to welcome you all once again. Welcome to Ting Tong. സോ ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് ഇപ്പോഴത്തെ ഇന്ററാക്ഷൻ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണം. ഞങ്ങളെ വിളിക്കണം. യെസ്, അതിന് ചെയ്യേണ്ടത് ഞങ്ങളെ വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ടാലൻസ് ഒക്കെ കാണിച്ച് യു ക്യാൻ കോൾ us. വിളിക്കുന്ന നമ്പർ 0423824911. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് പ്രത്യേകതയുള്ളൊരു ദിവസം. വൈ? Because Lara പറഞ്ഞു എന്താണ്? Because നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. Yes. It's September 7th, guys, and it's മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. Yes. So guys, we've got a lot of questions coming up for you guys about മമ്മൂക്കയുടെ movies and songs and all of these and a bit facts about മമ്മൂക്ക too. Yes. അപ്പൊ അതെല്ലാം ലോറ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ റെഡിയാണ്. Lia has also a bit facts about what? General facts. അതൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. നമുക്ക് ഇന്ന് മമ്മൂക്കനെ പറ്റി നമുക്കിന്ന് കേൾക്കാം. അത്രയില്ല, 2-3 എണ്ണം കിട്ടിയാൽ ഞാൻ എടുത്തു. ലൈക്ക് എനിക്ക് മനസ്സിലാവണ്ടേ പഴയ കുറെ സിനിമകളുടെ ഫാക്ട്സും അങ്ങനത്തെ ഒക്കെ. എനിക്ക് റീസെന്റ് ആയിട്ടുള്ള മൂവീസുകളൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. But I'm actually looking forward to listening to Laura. Forward to listening to Laura what she has to say about Mammuka. So before that, we love to wish him. So from our bottom of our hearts, we love to wish Mammuka a many happy returns of the day. Yes, yay! Happy birthday. Yeah. So ഇന്ന് വലിയ കാര്യമായിട്ട് നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാ ദിവസവും ഒരു പരിപാടി ഇല്ല ഗൈസ്. പരിപാടി ഇല്ല എന്തായാലും. അപ്പൊ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ വിളിക്കും. നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളോട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. പിന്നെ അവസാനം ഞങ്ങൾ എന്നാ ചെയ്യും? ഞങ്ങളുടെ ചോദ്യം ചെയ്യും, നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യും. അപ്പൊ ഒന്നുകൂടെ നമ്മൾക്ക് മമ്മൂട്ടിയുടെ ഒരു ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂട്ടി. യെസ്, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ we will be talking about facts that we know and ഞങ്ങൾ വിളിക്കേണ്ട നമ്പർ 0423824911 വിളിച്ചിട്ട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ട് എന്നെ കിട്ടും, ഗിഫ്റ്റ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങളോട് പാട്ട് പാടാനോ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കാനോ കളിക്കാനോ അങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നിങ്ങളോട് ചെയ്യാൻ പറയും. പിന്നെ എന്തൊക്കെയാ പതുക്കെ പറയാം. ഓക്കെ ഗൈസ്, പതുക്കെ. ഭയങ്കര എക്സൈറ്റ്മെന്റ് അത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഡാൻസ് കളിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാം. അത് ഞങ്ങൾ കാണിക്കും. നിങ്ങൾ പെയിന്റിങ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ടൈം സ്ലാപ്പ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം. അതും ഞങ്ങൾ ഇവിടെ കാണിക്കും. അല്ലാതെ ടൈം സ്ലാപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പെയിന്റ് ഇതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഞങ്ങൾ അതിവിടെ കാണിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ we're looking forward to listening to you guys. Listening to you guys, seeing your artworks, everything. Yeah. അപ്പോൾ നമുക്ക് എപ്പിസോഡ് തുടങ്ങിയാലോ? യെസ്. അപ്പൊ ഇന്ന് ലോറ പറഞ്ഞു മമ്മൂക്കയുടെ ബർത്ത്ഡേ, അതിന് കുറച്ച് ഫാക്ട്സ് ഒക്കെ കയ്യിലുണ്ടെന്ന്. ഞാനൊരു ചോദിച്ചിരിക്കട്ടെ, ഡു യു തിങ്ക് മമ്മൂട്ടി ഹാസ് എവർ റിട്ടൺ എ ബുക്ക്? I don't think so. ഗൈസ്, മമ്മൂട്ടി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ. കാഴ്ചപ്പാട് എനിക്കൊന്ന് 3-4 എഴുതിയിട്ടുണ്ട്. ഐ തിങ്ക് one of the famous കാഴ്ചപ്പാട് this book talking about specific. Okay, we've got a caller. Hello, welcome to Ting Tong. ആരാ സംസാരിക്കുന്നത്? ഹലോ. ആരാ സംസാരിക്കുന്നേ? മുഹമ്മദ് ആദിൽ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 8ലാണ് പഠിക്കുന്നത്. ഓക്കെ. അവറോൺ ഹൈസ്കൂൾ അൽവാർക്ക അല്ലേ? എന്നാ സ്പെഷ്യൽ എന്നറിയാവോ? മമ്മൂട്ടിയുടെ ബർത്ത്ഡേ. അപ്പൊ മമ്മൂട്ടിനെ കുറിച്ച് അറിയാം, സിനിമകളൊക്കെ കാണൂല്ലേ? ഏറ്റവും ഫേവറേറ്റ് ആണോ? എനിക്ക് പോക്കിരി രാജ. അത് മധുരരാജ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്രം മലയാളം മൂവീസ് കാണാറില്ല. പോക്കിരി രാജ അല്ലാതെ മമ്മൂട്ടിയുടെ വേറെ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? കൊറേ വേറെ പേരറിഞ്ഞൂടോ, പക്ഷെ കൊറേ കണ്ടിട്ടുണ്ട്. അല്ലെ? ടിവിയിലൊക്കെ വരുമ്പോ കാണൂല്ലേ? കൊച്ചിലേക്ക് കണ്ടിട്ടുണ്ട്. ഈ റീസെന്റ് ആയിട്ട് വന്ന സിനിമകളൊന്നും കണ്ടില്ല? ടെർബോയോ അങ്ങനെ ഒന്നും കണ്ടില്ല? ടർബോ ഇപ്പൊ റിലീസായി ഞാൻ കണ്ടു നെറ്റ്ഫ്ലിക്സിൽ. അത് എക്സാം കഴിഞ്ഞിട്ട് കാണാൻ പോകും. നല്ല സിനിമ കേട്ടോ, കണ്ടോ? കണ്ടില്ല, അത് കാണാൻ പോകുന്നു. We highly recommend, you have to watch it. Yeah. Okay, അപ്പം
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സമ്മർ ബ്രേക്കിന് എവിടെയെങ്കിലും ഒക്കെ പോയോ അതോ ദുബായിൽ തന്നെയായിരുന്നോ? അല്ല, സൺഡേസ് ആണ് വെളിയിൽ പോണ. ഇപ്പം എന്തോന്ന് ഇപ്പൊ എക്സാമിന് പഠിക്കണ്ട്, അതുകൊണ്ട്. ഇപ്പൊ എക്സാം 8ാം ക്ലാസ്സിലായില്ലേ? ഈസി ആണോ ഹാർഡ് ആണോ 8ാം ക്ലാസ്? ഈസി ആണോ അതോ ഹാർഡ് ആണോ? കേട്ടില്ലല്ലോ. ഈസി ആണോ ഇപ്പൊ എക്സാം ഒക്കെ? 8th ഗ്രേഡ് ഈസി ആണ്. എന്തോന്ന് ഹിന്ദിയും മാത്സും കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ബാക്കിയുള്ള കുഴപ്പമില്ല. അപ്പൊ ഈ മൺഡേ പോലെ എക്സാം തുടങ്ങുന്നേ ഉള്ളൂ, അത് തുടങ്ങി ഓൾറെഡി? തുടങ്ങിയതേ ഉള്ളൂ ലാസ്റ്റ് വീക്ക്. ഇനിയുള്ളത് ഏത് എക്സാം ആണ്? ഇനിയുള്ളത് ഏത് എക്സാം ആണ്? പഠിച്ചു തുടങ്ങിയോ? നീ അടുത്ത മാത്സ് ആണ് മൺഡേ. മാത്സ് പഠിച്ചു തീർന്നോ? എനിക്കും മാത്സ് ആവണ്ടേ മന്ത്ലി ടെസ്റ്റ്. മാത്സ് നല്ല കൺഫ്യൂസിംഗ് ആണ്, അതുകൊണ്ട് നല്ലപോലെ ഫോക്കസ് ചെയ്യണം. അത് കുഴപ്പമില്ല, നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണൂല, അപ്പൊ ഓരോ പേര് ഇങ്ങനെ പഠിപ്പിക്കുക, അത് ഞാൻ എടുത്ത് കാണും. അപ്പൊ അതെനിക്ക് ഈസിയാ പഠിക്കാൻ. അവര് മലയാളത്തിൽ പറയുന്നത് കേൾക്കുമ്പോഴത്തേനും എനിക്ക് മനസ്സിലാവും ഫോർ സം റീസൺ. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ മാത്സ് പഠിക്കും. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഓക്കെ. അപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ചോദ്യം ഞങ്ങൾ വിചാരിച്ചത് വി ക്യാൻ ടോക്ക് അബൌട്ട് അല്ലെ മമ്മൂക്കയുടെ സിനിമകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യനുകൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിഡിൽസോ. അപ്പൊ ഏത് വേണം? റിഡിൽസ് വേണോ, മമ്മൂട്ടിയുടെ സിനിമകൾ ഏതെങ്കിലും ചോദ്യങ്ങൾ വേണോ? ഓപ്ഷൻസ് എന്തായാലും മമ്മൂട്ടിയുടെ സിനിമയുടെ ഞങ്ങൾ ചിലപ്പോ ഓപ്ഷൻസ് തരാം, നോക്കട്ടെ. അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഏതെങ്കിലും 5 സിനിമകൾ പറഞ്ഞാൽ മതി, അത് ക്വസ്റ്റ്യൻ എടുത്തോ. മമ്മൂട്ടിയുടെ ഏതെങ്കിലും 5 സിനിമകൾ പാരന്റ്സിനോടോ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ അവരോട് ആരെങ്കിലും ഒക്കെ ചോദിച്ചോ, കുഴപ്പമില്ല. മമ്മൂട്ടിന്റെ 5 ഫിലിം പറയാം. മുമ്പ് 2 എണ്ണം പറയാതെ അതൊന്നുകൂടി പറ. ഫേവറേറ്റ് മൂവി എന്തോന്ന്? മാസ്റ്റർപീസ്, പിന്നെ അബ്രഹാം ഓസ്ലർ, ബസൂക്ക അറിഞ്ഞില്ലല്ലോ. പക്ഷേ പിന്നെ എന്തോ CBI 5, പിന്നെ കണ്ണൂർ സ്ക്വാഡ്. നമ്മൾ പോക്കറ്റ് രാജിനെ കുറിച്ച് പറയില്ലായിരുന്നു, അത് പറയാമില്ലായിരുന്നോ? അത് ഈസി ആക്കൂലായിരുന്നോ? പക്ഷെ കുഴപ്പമില്ല. യെസ്, ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ പറഞ്ഞു, അതുകൊണ്ട് ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ 800-825-825 എന്ന നമ്പറിലേക്ക് വിളിച്ചാല് നിങ്ങളുടെ ഓഫീസിൽ വന്ന് ഗിഫ്റ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്. ഇനി വിളിക്കണം കേട്ടോ. See you next week. Bye. Bye. Okay. Apo we had him also calling us. Yes, it was really good. അപ്പൊ ഇതുപോലെ ഇനി നമുക്ക് കോളേഴ്സ് വേണം. അപ്പൊ വിളിക്കുന്ന നമ്പർ 0423824991. അപ്പൊ ലോറ കണ്ടിന്യൂ ചെയ്തോളൂ. ലോറ ബുക്ക് എഴുതിയിട്ടുണ്ട്. ബുക്കിന്റെ പേര് കാഴ്ചപ്പാട്. വേറെ ഏതെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടോ? ആക്ച്വലി യെസ്, ബട്ട് അത് എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ഇംഗ്ലീഷിൽ അവരെ പ്രൊനൗൺസിയേഷൻ എഴുതിയിട്ടത് വന്നോണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ട് എഴുതിയില്ലായിരുന്നു. പിന്നെ ആക്ച്വലി that's it. That's only. Yeah, I told I have 2 or 3 and there was all the questions I was talking about. Okay. അപ്പൊ ലിയോയുടെ ഫാക്ട്സ് പറഞ്ഞോ. എനിക്ക് ഫാക്ട്സ് ആയിട്ടൊന്നുമില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പാട്ട് വേണം മമ്മൂട്ടിയുടെ സിനിമയുടെ. ഓക്കെ, നീ ഒരു പാട്ട് പാടാം, നമുക്കത് പാടാം. ഓക്കെ. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പം വൺ ഓഫ് ദ 5 ആൻസറിൽ കണ്ണൂർ സ്ക്വാഡ് പറഞ്ഞു. അപ്പം മനസ്സിന്ന് മൃദുവാവേ പാടാം. ഞാൻ കൂടെ പാടാം. That's the thing, I don't know how to sing, bro. ചേച്ചി ഇല്ലേ പാട്ട് പഠിക്കുന്നത്? Okay, fine. We'll start. Okay. 1, 2, 3, start. പുലരുന്നൊരാവെങ്കിലും ഇരുട്ടാണ് താഴെ, കരവീണ കാൽപ്പാടുകൾ വഴിത്താരയാകെ, ഇര തേടുന്ന കഴുകക്കുലം വസിക്കുന്ന നാടേ, ഉയരെയുള്ളു ചൂടാടുവാൻ നമുക്കിന്നു കൂടെ, മൃദുഭവേ ദൃഢകൃത്യേ, പുതിയ മാർഗം പുതിയ ലക്ഷ്യം, പ്രതിദിനം പൊരുതണം ഒരു രണം. പോരെ?
കുഴപ്പമില്ല, നല്ലത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഐ വാസ് എ ബിറ്റ് റിലക്റ്റന്റ് ടു സിംഗ് ബിക്കോസ് ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിക്കും, വള്ളിയൊക്കെ പോകും, ഒരു 1-2 വള്ളിയൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് വള്ളി വീഴും. ഓക്കെ, അപ്പൊ അതും കൊണ്ട് I was a bit reluctant, but this time I was happy. Is it because I sang with you? No. No. That's correct. Appa ee oru kaaranam kondu I was good. It was nice, yeah? Yes, it was nice. Actually, I think you've changed your style today, right? You're wearing a freaking bandana. I was wearing a bit of retro. Yeah, you're wearing a bandana, then you have a freaking frock that looks good, and you're wearing boots. It looks different. Like it's different from before. And Leah has 3 piercing, guys. Leah has 3 piercing. I don't think it is any relevant here, but still, thank you. Welcome. Yeah, എനിക്ക് ഒരു question. I mean, it's very hard, bro. Obviously, yeah, some of them are scared. Yeah, even I'm scared to get piercing. I like it. So I'm talking about your confidence. That brave ആണ് എന്ന് ഞാൻ പറയാം. You know. Very brave. Anyways, നമുക്ക് ഇന്ന് മമ്മൂക്കനെ പറ്റി കുറച്ച് മമ്മൂക്ക റിലേറ്റഡ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. Because I love Mammootka. Who doesn't? Exactly. Who doesn't? That's a question. The fact that the way he's, even though he's a bit old, the way he's acting in Turbo, like I got seriously scared. I'm like, oh my god, that's Mammootka. ഇല്ല, ഞങ്ങള് തിയേറ്ററിൽ പോയി കണ്ടു. ഞങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങൾ ഭയങ്കര കൈയടിയായിരുന്നു. The audience was amazing. ഓഡിയൻസ് അല്ല, നമ്മുടെ നാട്ടിലൊക്കെ പോയി സിനിമ കാണുമ്പോൾ it would be even better, no? Like എല്ലാരൊക്കെ കൈയൊക്കെ അടിച്ച്, ബട്ട് ഹിയർ നമ്മള് എവരിവൺസ് കൈയൊക്കെ അടിക്കും. Yeah, but at Turbo കാണാൻ പോയപ്പോൾ it was just like both of us, I mean mainly Laura, but I also joined her, who was clapping constantly. Clapping and screaming probably. But it was not just us, there were also other people. But you know, people, I don't think people noticed us, but it was kind of evident that ഞങ്ങൾ ഭയങ്കര കൈയടിയും കാർച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ സിനിമ കണ്ടിട്ട് അത്രയും നല്ലതായിരുന്നു. I actually liked the movie. I actually watched it 3 times. You know Lena, right? ഞങ്ങളുടെ കൂടെ എപ്പോഴും വരുന്ന ലെനയുടെ ഫേവറേറ്റ് മൂവി എന്നത് ടെർബോ. എപ്പോഴും വിളിച്ചാലും അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ടെർബോ കാണും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വിളിക്കാന്ന്. ആക്ച്വലി ഷീ ഡസ് എപ്പോഴും ടെർബോ കണ്ടുകൊണ്ടിരിക്കും. ഏറ്റവും അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ നമ്മൾ വിളിച്ചിട്ട് അമ്മച്ചി വിളിച്ചിട്ട് പറയത്തില്ലേ, നമ്മുടെ ടോണി സാർക്ക് മരിച്ചു എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നുണ്ട്. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടോണ്ടിരിക്കും. ഇറ്റ്സ് ആക്ച്വലി വെരി ഫണ്ണി. ഓക്കെ, ഇറ്റ് വാസ് എ ഫണ്ണി സീൻ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷെ ഇത് നമ്മൾ ഇപ്പൊ പറയാണ്. അപ്പൊ ഇതിന് മുന്നേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോളർ വിളിക്കുമ്പോൾ അവരോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, ബട്ട് I want Laura to Okay. How old is Mammootka? 72. I think. You think? I think. It's 1951. I know that. 1951. So 2024 minus 1951. Don't. Okay. So next question. Mammootka എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? I'm pretty sure it's over 500. Yeah, it is over 500. Google's wrong actually. I think probably. It said 400 including Hindi, Malayalam, English and all. Is talking about English സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് probably. Okay, എനിക്ക് ഒരു question ഉണ്ട്. Name one movie of Mammootka that is not Malayalam. A non-Malayalam movie of Mammootka. Oh. There's 2 of. എനിക്ക് 2 എണ്ണം. എൻ്റെ കയ്യിൽ എനിക്ക് 2 എണ്ണം ഉണ്ട്. ഏത്? Okay, I'll give you. തെളപ്പത്തി. ഏതാണ്? അതാണ് പറഞ്ഞത്. രജനീകാന്തിന്റെ കൂടെ അല്ല, പേര് ഒന്നേ പറഞ്ഞേ. തലപതി അല്ലേ? തളപതി. Okay. That is one movie. പിന്നെ യാത്ര എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. And also പേരൻപ്. Yeah, these are 2 an amazing movie of Mammootty also. പിന്നെ there's another one called, there's a Hindi movie of Mammootka that he acted as B.R. Ambedkar. Oh, okay. So it's a question for you guys. Guess the movie. Okay, guess the movie. വിളിച്ചിട്ട് പറയാ ഏത് മൂവിയാന്നൊക്കെ. Yeah.
അപ്പൊ അങ്ങനെയാണെങ്കിൽ സിനിമയുടെ പേര് പറയുകയാണെങ്കിൽ വിൽ ഗിവ് യു ഗൈസ് എ ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഞങ്ങൾ റീഡേഴ്സ് ചോദിക്കൂല, ഇതാണ് ഗൈസ് റീഡർ ഫോർ എവരിബഡി. അറിയാവുന്ന എല്ലാവരും ഒന്നൊരു ചോദ്യം പറ. ഓക്കെ, മമ്മൂക്കയാണെങ്കിൽ ഹിന്ദിയിൽ ബി.ആർ. അംബേദ്കർ ആയിട്ട് അഭിനയിച്ച ഒരു സിനിമ ഉണ്ട്. എന്റെ പേരെന്താണ്? ഓക്കെ, അപ്പൊ വിളിച്ച് ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0423824911. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് നേരത്തേക്ക് കുറച്ച് ജോക്സും ഫാക്ട്സും ആയിട്ട് പോയാലോ? ഓക്കെ. എനിക്ക് I'm out of words about Mammoka. You know. Anyways. Okay, I'll listen. ഞാൻ റിയാക്ട് ചെയ്യാം. Okay, നമുക്ക് ഇപ്പോ yeah, I'll say some jokes. Okay, it's funny but it's a joke. It's joke but it's funny but yeah. Okay. Okay. The question is, what's the smartest insect? Ant. No. Okay, why? ഇത് എവിടെ പോയാലും അത് ഭയങ്കര സെൻസിങ് ആണ്. ഇത് എവിടെ Don't use science. Oh, Think tricky. Think like me. cockroach. What? No. Why? Insect, no? Insect. It's a joke. Oh, it's a joke. I thought it was fact. Okay, I don't know. A spelling bee. What? A spelling bee. Bee is an insect. The smartest. You know what? A smartest insect. A spelling bee. Spelling bee. Is it spelling bee? Spelling bee like the. You say out the. Okay, so that was not funny. It was funny. Okay, please accept the fact. Okay, next. Okay. Okay. Why do birds fly south in the winter? Because north is hot during the winter. No, it doesn't have. It has nothing to do with south or north. Oh. Okay, I underline the word. Why do birds fly south in the winter? Cause I don't know. I don't know. Come on. Because it's faster than walking. It's funny, okay? Okay. Where did the music teacher leave her keys? You know. Piano keys. Exactly, in the piano. Okay. Good job. Okay. Knock. Who's there? Woo. Woohoo. No need to get so excited. It's just a joke. What the hell? Okay, last one. Okay. Why did the computer get sick? Because it got a virus. Wow, that's good. Okay, that's good. Okay, any more? Okay. Who eat? No. Okay. Why did the banana visit the doctor? Because why did the? Banana visit the doctor. Because he was not an apple. Why no? Oh no, God, She's no. very confident. No. Because banana ate an apple. Banana did not eat an apple. What? He wasn't peeling well. Peeling well. Oh, that was not funny. It's just the word. It's nice. See, the virus one was okay, and the bird flying was also go. Okay, any more? Okay, yeah, this is very funny. Okay. How does a barber drive to work? Barber, like മുടി വെട്ടുന്ന ആള്. Barber drive to work. Like this. What? He takes shortcuts. Okay, guys, we've got a call. Hello. ആരാ സംസാരിക്കുന്നേ? ഇത് അലോകിന്റെയും ഗൗതമിന്റെയും അമ്മ. ഹലോ കുമാർ, ഞങ്ങളുടെ ഫേവറേറ്റ് കോളറാണ്. അതെ എനിക്കറിയാം. ഓക്കെ, അപ്പൊ അതിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ലക്ഷ്മി. ഓക്കെ, അപ്പൊ ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ എന്നുള്ള കാര്യം അറിയാലോ? അറിയാം. ഫാൻ അല്ലേ? ഉറപ്പല്ലേ? പിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പൊളിയല്ലേ? അത് തന്നെ നമ്മുടെ മമ്മൂക്ക വെരി ഗുഡ്. എങ്ങനെ പറയണ്ടേ, നമുക്ക് എക്സാക്ട്ലി അത് തന്നെ. ഈ കാലത്ത് ലൈക്
ലിയ പറഞ്ഞ പോലെ ലൈക്ക് ഐ മീൻ he's a bit old but like he's freaking wearing baggy pants and t-shirts. That's really good. ആ ഗൂഗിൾസ് ഒക്കെ ഇട്ട കാറി Exactly. വായും പൊളിച്ചിരുന്നു അല്ലേ? ശരിക്കും ഒരു ആരാണെന്നും നോക്കാത്ത അത്രയും ഇത്ര ജിമ്മിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ ഹി ലുക്സ് 30. നമ്മളിങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് ഒക്കെ വരും കേട്ടോ, ഗെസ് ദ സെലിബ്രിറ്റി അമേരിക്കയിലൊക്കെ പോയിട്ട്. ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ അകത്ത് അവരൊക്കെ പറയുന്നത് 57 or 40 അങ്ങനെ പറയുമ്പോഴത്തേനും അവന്റെ റിയാക്ഷൻ കാണണം. 72 എന്ന് പറയുമ്പോഴത്തേനുള്ള റിയാക്ഷൻ. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, എക്സാക്ട്ലി. വർക്ക്ഔട്ട് ഒക്കെ കുറെ ചെയ്യുന്നുണ്ട്, ലൈക്ക് ടു മെയിൻറ്റെയിൻ ദ ബോഡി. അപ്പൊ മമ്മൂക്കയുടെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാ? ഒരുപാടുണ്ട്, അങ്ങനെ ഫേവറേറ്റ് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടം പോലെ. ഓക്കെ, എന്ന് ഒരു പാട്ട് പാടും മമ്മൂക്കയുടെ സിനിമയിലെ ഒരു പാട്ട്. പാടാം. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? പാട്ട് വെക്കാൻ നോക്കാം. ശരി. ഏത് പാട്ടാണ് ഞാന് പാടേണ്ടത്? വെണ്ണില ചന്ദനക്ക്. ഓക്കെ ഓക്കെ, ഞങ്ങൾ കൂടെ പാടാന്നാ നോക്കാം. കൂടെ പാടാം. ലിറിക്സ് അറിയാവോ? ഞങ്ങൾക്ക് ആന്റി പാട്ട് പാടി തരണം, ഞങ്ങൾ കൂടെ പാടാം. ഓക്കെ ഓക്കെ. പാട്ട് വെക്കാൻ പറ്റുന്നില്ല, അത് ലിറിക്സ് അറിയത്തില്ല, പക്ഷെ കുറച്ചൊക്കെ അറിയാം. പാട്ട് ക്ലാസ് ആണ്. ഓക്കെ. വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമട കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. പഠിക്കേ. എനിക്ക് ലിറിക്സ് എന്ന് പറയണേ, ലിയ കൊറേ മമ്മൂട്ടിയുടെ പാട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പാടണം എന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പൊ അതിന്റെ ഇത് ലിറിക്സ് ഉണ്ടല്ലേ? കേക്കട്ടെ. പാട് പാട് പാട്. എന്റെ കൂടെ പാട്. എനിക്ക് ലിറിക്സ് അറിഞ്ഞൂടെ? ഞാൻ നോക്കാം. ഓക്കെ. ലിയ ഒരു പാട്ട് പാടാ എഴുതി വെച്ചേക്കുന്നത്. അതെ, അല്ല, ഞങ്ങൾ പാട്ട് പാടി, ഞങ്ങൾ പാട്ട് പാടി കഴിഞ്ഞു. നമുക്ക് ഒരുമിച്ച് പാടാം, അതല്ലേ നല്ലത്? ഓക്കെ ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമഴക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഓക്കെ, അടിപൊളിയാ. എനിക്ക് കുറച്ചെങ്കിലും പാടി തന്നല്ലോ. അതെ, മമ്മൂട്ടിയായിരിക്കും എന്റെ ബർത്ത്ഡേ ഇവരാണ്. ഞാൻ പോലും ഇത്ര ആഘോഷിച്ചില്ല. നമ്മുടെ ഫേവറേറ്റ് ആക്ടേഴ്സിന്റെ ബർത്ത്ഡേ ആഘോഷം നല്ലതല്ലേ? പിന്നെ നമ്മള് പറ്റിയത് ഒരു കട്ടൗട്ടും കൂടെ വെച്ച. അത് വേണ്ടതാണ്, വേണ്ടതാണ്. അപ്പൊ ഓണമൊക്കെ വരാറായില്ലേ? 15-ന് ഓണവിശേഷങ്ങളൊക്കെ എന്താണ്? ഓണത്തിന് ഉപ്പേരി വറക്കണം, അച്ചാറ്, ഇഞ്ചിക്കറി ഉണ്ടാക്കണം, ഓണക്കോടി മേടിക്കണം. ഓണക്കോടിയൊക്കെ മേടിച്ചോ? ഇല്ല, ഞങ്ങൾ മേടിച്ചില്ല, ഇനി മേടിക്കണം. പിന്നെ മേടിക്കണ്ടേ. പിന്നെ അത്തപ്പൂ ഇടണം, പൂവൊക്കെ വെക്കണം തലയില്, പിന്നെ നല്ല പായസം കിട്ടി സദ്യ ഉണ്ണണം. 2 പായസം. അത് സത്യം. എനിക്ക് ഓണത്തിന് ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കുന്നത് സദ്യയാണ്. സദ്യയല്ലേ? എന്തിനാണെന്ന് അറിയാമോ? ഈ ലാസ്റ്റ് കഴിക്കുന്ന പായസത്തില്, പാൽപായസത്തില് ബോളിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. കൊതിപ്പിക്കല്ലേ? കഴിക്കോ ബോളിന്ന്? എനിക്കറിയില്ല. ഞങ്ങൾ ഈ ട്രിവാൻഡ്രം സൈഡിലോട്ടുള്ള ഒരു മഞ്ഞ ദോശ പോലെ ബോളി എന്ന് പറയുന്നത്. അല്ല, പോളിയല്ല, ഞങ്ങള് ഈ പായസത്തിന്റെ അത് പഴം ഇട്ട് ഞെക്കി കഴിക്കും. പപ്പടവും ചിലരിടും. പപ്പടം കഴിക്കും. അത് അടപ്രഥമല്ല കൂടുതല്. പക്ഷെ ഒക്കെ കഴിക്കാറുണ്ട്, രസമായിരിക്കും അതൊക്കെ. പിന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കണം, അതൊക്കെ ഇരിക്കട്ടെ. എക്സാം ഒക്കെ എന്തായി? എക്സാം ഒക്കെ അങ്ങനെ പോകുന്നു. ഇപ്പൊ മന്ത്ലി ടെസ്റ്റ് ആണ്, മൺഡേ മാത്സ് ആണ്. പക്ഷെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഇല്ല, മന്ത്ലി ടെസ്റ്റ് 10 മാർക്കിന്റെ. അപ്പൊ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ, ഒരു ലെസണിലെ ഒരു പോർഷൻ. അത് ഇച്ചിരി ഉള്ളൂ. എക്സാം BPS-ലാണോ പഠിക്കുന്നത്? അല്ലല്ല, ഞങ്ങള് ജെംസ് ആറോ ഓടി. എക്സാം ഉണ്ടായിരുന്നു, ലൈക്ക് 26-ന് തുടങ്ങും പറഞ്ഞു, ഇപ്പൊ മാറ്റി വെച്ചു. അപ്പൊ ഫ്രീ ആണ് ഇപ്പൊ. അലോക്കും ഗൗതമും ഒക്കെ എങ്ങനെ ഇരിക്കുന്നത്? ഗൗതം 10th-ലാണ് പഠിക്കുന്നത്. ഗൗതമിന് സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിലായിരിക്കും എക്സാം. ടൈം ടേബിൾ ഇതുവരെ വന്നില്ല, പക്ഷെ പോർഷൻസ് അത് നേരത്തെ തന്നു പഠിക്കാൻ വേണ്ടിട്ട്. പിന്നെ സ്കൂളിൽ ഓട്ടിച്ചിട്ട് പോർഷൻ തീർക്കും, എക്സാമിന്റെ പോർഷൻ ഇതുവരെ. ഇവിടെ അതെ. ആലോക് ആണെങ്കിൽ 5th ഗ്രേഡില്ല. ആലോക്കിന് കുറച്ചൊക്കെ ഉള്ളു പഠിക്കാൻ. പിന്നെ
എന്നാലും പഠിക്കാനുണ്ട്. അവനും സെപ്റ്റംബർ ലാസ്റ്റ് വീക്കുള്ളൂ. അവന് പോർഷൻസും കിട്ടിയില്ല, ടൈം ടേബിളും കിട്ടിയില്ല. അത് കിട്ടുമ്പോഴായിരിക്കും അവനൊരു ചൂട് വരുന്നത്. അതുവരെ അവനിങ്ങനെ ചാടി ഓടിയൊക്കെ നടക്കും. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ. ഗിഫ്റ്റ് വേണ്ടേ? എന്തോ ഗിഫ്റ്റ് വേണ്ടേ? പിന്നെ കൊടുക്കണ്ടേ അലോകിന്? അപ്പൊ ഞങ്ങള് ചോദ്യം ചോദിക്കും. ഓക്കെ. അയ്യോ എന്റെ അമ്മോ. ഈസി. മമ്മൂക്കയുടെ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഈസി. ഓക്കെ, മമ്മൂക്ക മാരാർ എന്ന പേരില് അഭിനയിച്ച ഒരു സിനിമ, ജയറാമിന്റെ ഒക്കെ കൂടെ. ഓപ്ഷൻസ് കൊടുത്തു. ഓപ്ഷൻ എനിക്ക് ഓക്കെ ഗൈസ് എന്നാ കൊടുത്തോ. ഓപ്ഷൻ ഇഷ്ടമുള്ള ഓപ്ഷൻസ് കൊടുത്തോ. ഇതൊക്കെ ഉണ്ടില്ല. ചോദിച്ചോ. ഓപ്ഷൻ 1 ധ്രുവം. ഓക്കെ. ഓപ്ഷൻ 2 ഇല്ല ഗൈസ്. പൊന്നിയിൻ സെൽവൻ. ഓക്കെ. ഓപ്ഷൻ 3 ദളപതി. ആൻസർ പറഞ്ഞു ഓൾറെഡി. ഓപ്ഷൻ 1 ധ്രുവം. ഓപ്ഷൻ 2 പൊന്നിയിൻ സെൽവൻ. ഓപ്ഷൻ 3 ദളപതി. ധ്രുവം. ഉറപ്പിച്ചോ? ഓക്കെ, കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻ. മമ്മൂട്ടി ഇല്ലല്ലോ. കള്ളി. ലിയാണ് എല്ലാ ഓപ്ഷൻസും കിട്ടിയ. അപ്പൊ ലിയാണ് കള്ളി ഇവിടെ. എന്നാലും കറക്റ്റ് ആൻസർ പറഞ്ഞല്ലോ, ഞങ്ങള് പറയിപ്പിച്ചില്ലേ. മഞ്ഞാടിയാറെന്നായിരുന്നില്ലേ പേര്? മാരാർന്നല്ലേ? മാരാരെന്നാണോ? എനിക്കറിഞ്ഞൂടെ ഇത് പറഞ്ഞു ഒരു റോളുണ്ട്. അപ്പൊ ഞാൻ എന്നാ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. ഓർമ്മ നിക്കില്ല കേട്ടോ. അത് കുഴപ്പമില്ല. കറക്റ്റ് ആൻസർ പറഞ്ഞല്ലേ. ഞങ്ങളോടൊരു മമ്മൂട്ടിയുടെ ചോദ്യം ചോദിച്ചു. ഞങ്ങൾ അറിയാവില്ല നോക്കണം. സമ്മാനം സസ്പെൻസ് ആണ്. അത് വിളിച്ച് ചോദിക്കണം. ഞങ്ങളോട് ചോദ്യം മമ്മൂട്ടി ഈസി. ഈ റീസെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സിനിമ പ്ലീസ് ചോദിക്കാൻ, അങ്ങോട്ട് ചോദിക്കാൻ. ഞങ്ങൾക്ക് അറിയില്ല നോക്കട്ടെ. ഞാന് ക്യാരക്ടേഴ്സ് ഉള്ളത് പറയാം. അപ്പൊ അത് ഏത് സിനിമയാണെന്ന് നിങ്ങൾ പറയണം. അയ്യോ ഓക്കെ, നോക്കട്ടെ. റീസെന്റ് വേണേ. റീസെന്റാണോ അതോ ഹിറ്റ് സിനിമ മതിയോ? ഹിറ്റ് സിനിമ നോക്കട്ടെ. മമ്മൂട്ടി, ശോഭന, മമ്മൂട്ടി കുറെ ബ്രദേഴ്സും ഒക്കെ ഉണ്ട്. ബ്രദേഴ്സ് ആണുള്ളത്, സിസ്റ്റേഴ്സ് അല്ല. തിരിഞ്ഞ് ഹിറ്റ്ലർ അല്ല. ഞാൻ ഇപ്പോഴേ പറയാം. ഏറ്റവും മൂത്ത ചേട്ടനായിട്ടുള്ള സിനിമയാണോ? അതെ. വലിയേട്ടൻ. വലിയേട്ടനല്ല. വലിയേട്ടൻ ഈ ശോഭന ഇല്ലല്ലോ. ഇല്ലേ? ഉണ്ട്. മമ്മൂട്ടിയുടെ വൈഫാണ് ശോഭന. ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്. വലിയേട്ടല്ലേ ശോഭനുണ്ട്. ഒരാള് അതിലൊരു കല്യാണം ഉറപ്പിച്ച ആ ബ്രദറിന്റെ വൈഫ് മരിച്ചും പോകും. അത് വലിയേട്ടൻ തന്നെയാണ്. ഒന്നോടെയും കൂടെ ചോദ്യം പറ. അല്ലേ ഉള്ളത്? വലിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമ ഗീതയല്ലേ ഉള്ളത്? ഗീത. അത് വാത്സല്യം. അത് വാത്സല്യം. ഓക്കെ. അപ്പൊ എനിക്കാണ് തെറ്റിയത്. ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഞാനും തരണ്ടേ സർപ്രൈസ്? അത് കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങോട്ട് ഗിഫ്റ്റ്. പാട്ട് പാടുത്തുന്നല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് വലിയ ഗിഫ്റ്റ്. ഇനി ഒരു പാട്ട് പാടുവാണെങ്കിൽ മോർ ഹാപ്പി. ഇനി നിങ്ങളൊരു പാട്ട് എനിക്ക് വെച്ചതാ മമ്മൂട്ടിയുടെ. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്യാം. നല്ല രസമുണ്ട് സംസാരിച്ചില്ല. രണ്ട് മിടുക്കി കുട്ടികളോ. താങ്ക് യു. ഓക്കെ, ബൈ. വിളിക്കണേ. കൊടുക്കാം. എല്ലാ വിശേഷം പറയാൻ വരുമ്പോ കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ. Okay, so it was really good. Okay, അപ്പൊ ഇതുപോലെ ഇനി ഞങ്ങൾക്ക് കോളേഴ്സ് വേണം നിങ്ങളുടെ വിശേഷങ്ങൾ. This is a platform to showcase your talent. Yes, that is Laura's most said line. So yours too. Okay, ചേച്ചി ഇപ്പോൾ പറയുന്നതാണ് beginning. Okay, it's not my line, it's your line too. Thank you.
But anyways, അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് ഇനിയും കോളേഴ്സ് വേണം. ഇനി കുറേ പേര് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാം, നിങ്ങളുടെ ഫേവറേറ്റ് മൂവീസ്, മമ്മൂക്കയുടെ മൂവി ഏതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. മമ്മൂക്കനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ, ഫാക്ട്സ് ഒക്കെ വല്ല അറിയാമെങ്കിൽ അതൊക്കെ പറയാം. നിങ്ങൾ മമ്മൂക്ക കണ്ടിട്ടുണ്ടോ അത് പറയാം. ഓക്കെ, അപ്പോൾ വിളിക്കണ നമ്പർ 0423824991. അപ്പൊ ഇന്നത്തെ നമ്മുടെ ബുക്ക് പറയട്ടെ ഏതാണ്? ബുക്ക് അല്ല, മൂവി റെക്കമെൻഡേഷൻ. മൂവി റെക്കമെൻഡേഷൻ. ഓക്കേ. അപ്പോൾ this is a movie that I watched like long time ago, but I'm still obsessed with the movie. എനിക്ക് ഈ Even I watched. I think if you watched it, I watched it. Okay. Yeah, a മൂവിയുടെ പേര് A Dog's Purpose. Okay, it's called A Dog's Purpose. So it's about a devoted dog discovers the meaning of its own existence through the lives of the humans it teaches to laugh and love. Reincarnated as multiple canines over the courses of 5 decades, the lovable pooch develops an unbreakable bond with a spirit named Ethan. Okay, as the boy grows older and comes to a crossroad, the dog once again comes back into his life to remind him of his true self. So വായിച്ചില്ലൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. This is about this dog who wants to know, who understands his meaning of his existence on what ഡോഗിന്റെ ജീവിതം. യെസ്. അപ്പോൾ 3-5 ജീവിതമായിട്ട് വേറെ വേറെ ഡോഗ്സ് ആയിട്ട് അത് ജനിക്കും. ഓക്കെ, the same dog 3-5 ഡോഗ്സ് ആയിട്ട് പിന്നെയും ജനിക്കും. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ ഓരോരുത്തരുടെ ലൈഫ്, അപ്പോൾ ആ ഡോഗിന്റെ ഓണറിന്റെ ഡിഫറെന്റ് ലൈഫ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ലൈഫിനെ പറ്റി മനസ്സിലാക്കി എന്താണ് വാട്ട് ഹീ ക്യാൻ ഡു ടു ഹെൽപ്പ് ദാറ്റ് ഓണർ. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ആണ് ഈ മൂവി സംസാരിക്കുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ്സ് വണ്ടർഫുൾ. ഇറ്റ്സ് എ വെരി life, it's a lesson that you can learn. It's a emotional movie, not very emotional, but it teaches you something. Okay. Yeah, so if you have watched it, please tell us എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി. ഞങ്ങൾ പണ്ട് പറഞ്ഞ സിനിമകളിലെ ഏതെങ്കിലും സിനിമകൾ നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടു, അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയാം. യെസ്, അതും ചെയ്യാം. ഓക്കെ, അപ്പോൾ വിളിക്കുന്ന നമ്പർ 0423824991. യെസ്. അപ്പോൾ നമുക്കിനി ചെറിയൊരു ബ്രേക്കിന് പോയിട്ട് തിരിച്ചു വരുന്നത്. ഓക്കെ. വെൽക്കം ബാക്ക് ടു ടിങ് ടോക്ക്. യെസ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. യാ, അപ്പോൾ നമുക്കിനി നമ്മുടെ ഫാക്ട്സ്. വി ഹാവ് എ കോളർ റൈറ്റ് നൗ. ഓക്കെ, ഹലോ, വെൽക്കം ടു ടിങ് ടോക്ക്. ആരാ സംസാരിക്കുന്നേ? ഹലോ ഹലോ ആരാ സംസാരിക്കുന്നേ? ചൈതന്യ. കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നോ? See, I know you. I remember you. ഓക്കെ, അപ്പോൾ സുഖാണോ? ഓക്കെ, അപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ചൈതന്യനെ അറിയാം, ബട്ട് വാട്ട് അബൌട്ട് ദ വ്യൂവേഴ്സ്? സോ can you introduce yourself to the viewers? Okay, we'll ask you again, which class are you in? 7th grade. Okay, which school? Legacy. That's nice. Yes. Okay, what about who all are there in your house? My mom and dad. Yeah. Okay, that's nice. You know, I think like കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും like beginning ഷോയിനൊക്കെ സ്റ്റാർട്ടിങ് പറയുമ്പോൾ നമ്മൾ എല്ലാവരോടും ചോദിക്കുന്നത്, do you have a pet? Okay, Chaitanya, do you have a pet? Yeah. Wow. Is it a dog? Is it a cat? I have a fish. You have a Fish. Oh, what kind of a fish? A goldfish. Goldfish. I love goldfish. Even I have a goldfish and I'm obsessed with my goldfish. പേരിട്ടിട്ടുണ്ടോ അതിനെല്ലാം? No, I'm not. You're just calling goldfish. Okay, yeah, that's my goldfish. His name's Goldfish. Yeah, അപ്പൊ ഒരു പേരൊക്കെ ഇട്ടോ, നല്ലല്ലേ? അതെ. Yeah, like I've bought it recently. That's okay. So you've got time to name it. Yes, I have time to name it. Yes. So do you have any name in mind? Like adani idannu peridan povunne ado, do you have any names in your mind?
I don't have a name in mind. Maybe Cupcake or something. Cupcake? Cupcake. Cupcake, that's Oh, really nice. cute. It's cute. Not cupcakes. Guppy. Guppy. Guppy, okay, yes. Guppy. But isn't guppy like another fish? If fish is going to be I sad, you... don't know. I don't have any names in mind. You know, as it's a goldfish, you can name it Goldie. Can you guys suggest any names or something? Yeah, Goldie. 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 Oh, okay. Okay, and we'll also think. Goldie and... Cupcake. Cupcake is cute. Yeah. And Cupcake. No, you know, when I hear the name Cupcake, I remember dogs. Ah. That's okay. You Okay. think of a name, yeah, and then you tell us next time, yeah? Yeah. Okay. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയോ? What is special today? Yeah, today's Mamuka's birthday. Yes. Do you like Exactly. Mamuka? Huh? Do you like Mamuka? Yeah. Yeah, Yeah, yeah. Are you a we huge love fan? Mamuka, yes. Do you love Mamuka? Yes. Okay, അപ്പോൾ മമ്മൂക്കയുടെ ഒരു ഡയലോഗ് പറയോ? It's a dare. I don't know any dialogues though. You don't... You don't know? No, I don't know. Okay, you know Laura knows a dialogue. No guys, no I Laura, don't. please, para. Okay, Laura ചെയ്യുവേ. Okay. ചന്തുവിനെ തോപ്പിക്കാനാകില്ല മക്കളെ. Okay guys, don't make fun of me, okay? It's my first time saying this. Okay, ഒന്നുകൂടെ proper ആയിട്ട്. Okay. ചന്തുവിനെ തോപ്പിക്കാനാകില്ല മക്കളെ. Yes. ആ വോയിസ് ഒക്കെ കറക്റ്റ് അല്ലായിരുന്നേ? Huh? ഈ ഇത് കേട്ടോ? പറഞ്ഞു കേട്ടോ? Yeah, I did though. Yeah? എങ്ങനെയുണ്ട്? Yeah. I've not heard it anywhere though. Yeah, it's an old movie dialogue. okay. It's very famous, but I'll say it again also. okay, see. Not now. Like Okay, after. okay. 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 അപ്പോൾ ചൈതന്യക്ക് ഏറ്റവും മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏതാണ്? Kannu Squad. Kannu's God. You know we sang a song about Kannu's God. Did you hear us? Yeah. You know from Kannu's God, Mridu Bhave. Did you hear us? Yeah. Yeah. Was Do it you good? wanna Was it sing good? for us? Huh? Do you want to sing for Yeah. us? No. Please. Come on, your voice is so sweet. ഒരു 2 ലൈന് please. I don't know. Minimum 2 lines, maximum 4 lines. Up to 6 lines. I don't know if I can sing. It's okay. We'll sing with See, you. You just yeah. say the song. We'll sing with you. Which song are you gonna sing? No, didn't you guys already sing it? It's okay, no It's problem. okay. It's us, Susan. it's music. It's an art. a painkiller. A painkiller? Yeah, I would agree with that. Yeah, it's a painkiller. Yes. But So you want to sing? No. No, please. come on. Nirbandhikilla, but we'll love to hear you sing. Okay, if you sing another song, I will sing that song. Another song you want? You don't want the same song? Because I already know the song. Okay, can you guys start and then I'll sing during the Which song? Mridu Bhave. Okay. Okay. So you know the song? Yeah, I do. Do you sing this often? Huh? Do you sing this song often? Not often, but I do hear this stuff. Okay. But we'll start. Okay. Again. 1, 2, 3, start. രാവെങ്കിലും I can't sing it so low though. Okay, wait. You start the pitch. We'll join you. No, you start. Okay. 3, 2, 1, start. No, who's starting? You're starting. I'm starting. Yeah. Oh, okay. I don't know because it's so low. I can't sing low. Oh, No, it's okay. You sing high. No, I can't sing high as well. Okay, you sing your Your pitch. Middle. 1, 2, 3. You know what? It's okay. No problem. You don't have to sing. Okay, so you know മമ്മൂട്ടിയുടെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കണ്ണൂർ സ്ക്വാഡ്. Yeah? Yeah. Okay. കണ്ണൂർ സ്ക്വാഡ് അല്ലാതെ വേറെ ഏതെങ്കിലും 5 സിനിമകളുടെ പേര് പറ. ഇതല്ല കേട്ടോ റിഡില്. പക്ഷെ റിഡില് വേറെ ചോദിക്കും. അല്ലാതെയും 5 പേരുകൾ പറ. Okay. പാട്ട് പാടാത്തോണ്ടാണ് ഇത് ചോദിച്ചത്. CBI 5. Yeah. Okay. And Turbo. Turbo. I can't think of any. Wait. Madhuri Raja and Pokeri Raja. Okay, Mother Raja. Poke Raja. Okay, just one more. Okay, I can't think of any though.
മമ്മൂട്ടി മെഗാസ്റ്റാർ മമ്മൂട്ടി ആയിട്ട് തന്നെ അഭിനയിച്ചൊരു സിനിമയുടെ പേര് അറിയാവോ? Abraham Osler. എബ്രഹാം ഓസ്ലർ. Okay, correct. അഞ്ചെണ്ണം പറഞ്ഞു. ഓക്കെ, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. മമ്മൂട്ടി ആയിട്ട് തന്നെ അഭിനയിച്ച ഒരു സിനിമ. ആ സിനിമയില് മോഹൻലാലും ഉണ്ട്. Is it old? Is it an old movie? Old movie? Yeah, it's an old old movie. Oh, I 90s. don't watch old movies though. You can ask your mom. Is your mom around? No. No. Your dad's around? No. You don't know? Okay, my mom is here. Let me just ask her. Okay. Do you want us to ask it for her? 20 Madras Mail. Number 20 Madras. Yes, congratulations. Yeah, that's the correct answer. You got the answer right. But അതല്ല question. Exactly, അതല്ല question. Yes, congratulations to your mom, yeah? Yeah. Okay, we'll ask you the actual question now. Okay. You know മമ്മൂക്കയുടെ ഫാമിലിയില് വേറെ ആരെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? Yeah, his son. Yeah, what's his son's name? Dulquer Salman. ദുൽഖർ സൽമാൻ അഭിനയിച്ച 3 സിനിമ. 3 cinema. Yeah. Okay, Salute, Salute, okay. King of Kotha. King of Kotha. I can't wait. No. You know the old movie, you know? Huh? Old. Wait, no, Bangalore Days. Bangalore Days, exactly. Yes. I was gonna say Bangalore Days, bro. That's one of my favorite movies. And ABCD under. I just like it so much. Yes, everyone. I love it too. Yes. It's my favorite too. And congratulations. You got the answer right. Thank you. Yeah? Welcome. You're welcome. Yeah, thank you. Appo, it was lovely talking to you. ഇനിയും വിളിക്കണം കേട്ടോ. Yeah, sure. Okay? So, അടുത്ത പ്രാവശ്യം കാണാവേ. Okay, Bye-bye. bye. Okay, so We also had Chaitanya calling us. So, Leah was talking about facts. yeah, പക്ഷെ അതിന് മുന്നേ we want more callers. ഇനി ഒരു 2 കോളും കൂടെ അല്ലെങ്കിൽ ഒരു കോളും കൂടെ ഉള്ള ഒരു സമയമുണ്ട്. Yeah, അപ്പോൾ വിളിക്കാം നമ്പർ 0423822491. yes. If facts പറയണോ or do I go with another topic? You go for another. You say 2 facts. ഏതെങ്കിലും കഷ്ടപ്പെട്ട് എടുത്തല്ലേ facts? Okay. You know, dogs cannot have chocolate because it's poisonous to them. Do you know that? No. Exactly, even I didn't know. You know, the topic I'm going to speak about, it's very small. So if you want, you can add a bit of facts again. Okay. You continue. The second one. Okay. Okay, you know, നമ്മൾ എപ്പോഴും സിനിമയിലൊക്കെ കാണത്തില്ലേ, you know that bulls, you know bulls, when they see the color red, Yeah, it's false. it's not true. Okay. You know why? They're colorblind. Bulls are colorblind, so they can't understand the color red Or black. or blue. black. Or black or blue, Yeah, red or in anything. none of the colors because they're colorblind. Yeah, that's one thing, and that the red doesn't make them angry. So It's just myth. it's a myth, and it's just a cinematic myth. I don't know what that is, but yeah. Okay. Last but not the least. But you will have to say more facts, okay, after my topic. Okay. You know, there's a vegetable, okay, that has been grown on space. എവിടെ സ്പേസ് ഇല്ല? Space. എന്തിന്? എങ്ങനെ? Same like how it was grown on. Oh, okay. So there's no continuation to the No. question. Okay. You know which vegetable is that? No. Guess. Apple. No. It's apple is a vegetable. Sorry. Cabbage. What? No. Cauliflower. No. Why are you going for those? Tomato. No. Potato. Yeah. How? Underground. But wait. How is Yeah, that that's possible? science, guys. If you know how it's grown, tell us. But how is that possible? Tomato is grown underground, yeah? Tomato? Potato. Okay. Sorry, potato. Abba ini end topic li karkani. What is my topic? You know, it's called as hard work and smart work. You know that, yeah? Hard work and smart work. For you, what is hard work and what is smart work? Hard work and smart work. Okay. Examples item you can explain. Okay, എനിക്കിപ്പോ ഒന്നും മനസ്സ് വരുന്നില്ല, but hard work is when, for example, നമ്മൾ എക്സാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, എക്സാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ മിക്ക ആൾക്കാരും ഇൻക്ലൂഡിങ് മീ, ഓക്കെ, നമ്മൾ എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്നത്, ഒന്നും തലേ കയറുന്നില്ല, but you're hard working there also. I mean, that's hard work, but smart work version is
Smart work is like നമ്മൾ പഠിപ്പിച്ച അന്ന് തന്നെ എല്ലാം പഠിച്ച് or you can write a schedule 10 days. On the day of your exam. That's what smart work is. Or write a schedule 10 days before the exam, and 10 days you can write the whole, you can study the whole thing. That's also smart work. Other examples of smart work, and like, Shaggy, do you think smart work is better or hard work is better? Smart work for sure. നമ്മളുടെ ഒരു ഫേമസ് ആയി നമ്മൾ കുഞ്ഞിന് തൊട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന ഒരു കഥയില്ലേ, മറ്റേ ഒരു കാക്ക ഒരു കുളത്തിൽ പോയി വെള്ളമില്ല നോക്കിയിട്ട് ഇങ്ങനെ ബീക്കിട്ട് പറ്റിയില്ല. ഓക്കെ, എൻ്റെ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസ് പിടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റോറി. അപ്പോൾ ഒരു ദിവസം ഒരു കാക്കയ്ക്ക് ദാഹിച്ചു. എന്നാ പറ്റി? ദാഹിച്ചു. അപ്പൊ എന്നാ ചെയ്തു കാക്ക എവിടെ പോയി? കാക്ക ഒരു ഡബ്ബ കണ്ടു. അത് ഒരു ചട്ടി കണ്ടു ഗൈസ്, ചട്ടി. ഓക്കെ, അപ്പൊ അതിലത് തലയിട്ടിട്ട് ചെറിയ ഹോളുള്ള ചട്ടി. തലയിട്ട് എന്താ എത്തുന്നില്ല. സോ വാട്ട് ഡിഡ് ദ കാക്ക ഡു? കാക്ക അവിടെ നിലത്ത് ഉണ്ടായിരുന്ന കുറെ കല്ലുകൾ എടുത്ത് അതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് വെള്ളം പൊങ്ങി വന്നു, അത് കുടിച്ചു. ദാറ്റ്സ് സ്മാർട്ട് വർക്ക്. Okay, മനസ്സിലായി. കഥ പറഞ്ഞു. And what is your point? What are you trying to? I'm telling, don't do hard work, do smart work. The main reason I talked about this thing is because exams are coming up and this was the topic. But okay, that's nice. That's okay, exam വരികയാണ്, അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇരുന്ന് പഠിക്കണം എന്നൊരു ഇത് വെച്ചാണ് ഞാൻ. The main reason ഇത് എനിക്ക് മനസ്സിൽ വന്ന കാരണം ഗൂഗിൾ ആണ്. ഗൂഗിൾ അമ്മച്ചിയാണ് എന്നെ സഹായിച്ചത്. So we have to appreciate her. Okay. That's nice. Okay. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന്? It was because exam വരികയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്ക് ചെയ്ത് ഇന്ന് നേരത്തെ നിന്ന് പഠിക്കാം. Okay? I have a question for you. Okay. What's the strangest thing that is there in your refrigerator? Like in your fridge or refrigerator, whatever it is. Strangest thing. Wait, let me think. I'll say. What? I have this apple that I cut, okay? And I was too lazy to eat it. And it's still there. It was like last year or something. I was too lazy. Last year? Shut up. You're Actually, no. I put it in the fridge. So, നമ്മൾ പുറത്ത് വെച്ചാൽ ചീഞ്ഞു പോകും. But if you put it in the fridge, it's cold and stays cold, So because of that, I was too lazy to. I've got one piece of chocolate inside. One piece. This is a small piece of chocolate. ഇങ്ങനെ ബാറ് ചോക്ലേറ്റ് ഇല്ല, അപ്പൊ ഓരോ പീസുകളായിട്ട് ഞാൻ എടുത്തിന്. അപ്പൊ ഒരു പീസ് മാത്രമായിട്ട് ഇപ്പൊ ഇരിപ്പുണ്ട്. Nice. Is that weird? Is that weird? No, right? Yeah, it's kind of weird, but yeah. Okay, so അടുത്ത question. Think, Leah. Think. Okay, so okay. I don't have any questions much. Bro, come on, you've got. Okay, I'll say a joke. Okay. I'll say a joke. Okay, I have some jokes. Okay, what do ducks always pay with? Why do ducks always pay with cash? Because they're bucks. Close. Because they always have bills. Huh? Bills. Isn't it like ducks? I don't know. So it's an inside joke. So if you understand, that's what it is. Sorry, guys. Okay. Okay. Which planet loves to sing? Venus. Oh, we have a caller. Hello. ആരാ സംസാരിക്കുന്നേ? Hello. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് മഞ്ജു. ഓക്കെ. അപ്പോ മമ്മൂട്ടിയുടെ ഫാൻ ആണോ? അതെല്ലോ. അതെ. എന്നാ മമ്മൂട്ടിയുടെ ഒരു പാട്ട് പാടാവോ? ആ പാട്ടൊക്കെ പാടാം. ആദ്യം ഒരു ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക പറയട്ടെ. പറഞ്ഞോ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. യെസ്, എല്ലാവരും പറഞ്ഞു. ഓക്കെ, ഇനി ഒരു പാട്ട് പാടും. ഞങ്ങൾ വെരി വെരി എക്സൈറ്റഡ് പാട്ട് കേൾക്കാൻ. പാട്ടൊക്കെ എനിക്ക് അറിയാം, പക്ഷെ പാടാനൊരു മടി. കുഴപ്പമില്ല, ആ പാട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങളെ കൂടെ പാടാം. യെസ്. ഓക്കെ, പഴയ പാട്ടാണേ. ഏത് പാട്ടാ? മേലെ മേലെ മാനം. ഓക്കെ. മേലെ മാനം മാനം മേലെ മഞ്ഞിൽ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. ഇത്രയും പോരെ? നന്നായിട്ട് പാടി. നന്നായിട്ടൊന്നും പാടിയില്ലെന്ന് എനിക്ക് ശരിക്കും നന്നായിട്ട് പാടി. കുറച്ചും കൂടെ പാടാൻ കേട്ടോ. എന്നാലും എനിക്ക് അറിയത്തില്ല. കുഴപ്പമില്ല, ഇത് നന്നായിട്ട് പാടി കേട്ടോ. ആയിക്കോട്ടെ.
വീട്ടിലാരൊക്കെ ഉണ്ട്? നിങ്ങൾ നന്നായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ആ ഞാൻ കാണാറുണ്ട്, അടിപൊളിയാ. താങ്ക് യു. താങ്ക് യു. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് എനിക്ക് 3 കുട്ടികൾ. കുട്ടികൾ. നിങ്ങളെ പോലെ തന്നെ 3 പെൺകുട്ടികൾ. ഓക്കെ. അതല്ലേ അവരുടെയൊക്കെ അന്വേഷണം പറഞ്ഞേരേ. ആ ഓക്കെ, പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് പറഞ്ഞേ, എന്തോ? നിങ്ങളുടെ പേര് പറഞ്ഞേ. എന്റെ പേര് ലിയ. ലോറ. ആ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഒരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലന. ആ ഓക്കെ ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. പക്ഷെ നമുക്ക് ചോദ്യം ചോദിക്കണം കേട്ടോ. ചോദ്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മൾ ഈ ടർബോ കണ്ടിട്ടില്ലാന്നോ? ടർബോ കണ്ടു. അടിപൊളി. ആ, അതിൽ അമ്മച്ചായിട്ട് അഭിനയിക്കുന്ന ആരാണ്? അമ്മച്ചി ആര്? മമ്മൂട്ടിയുടെ അമ്മച്ചിയാ? ബിന്ദു പണിക്കര്. കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് ടൈം ഇല്ല കേട്ടോ, അതുകൊണ്ടാട്ടോ പെട്ടെന്ന് ഷോർട്ട് ആക്കിയേക്കോള്. കറക്റ്റ് ആൻസർ കിട്ടി, ഗിഫ്റ്റ് കിട്ടി കേട്ടോ. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ അടുത്ത ആഴ്ച വിളിക്കണം കേട്ടോ ഒന്നോട്. ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. സോ താങ്ക് യു ഓൾ ഫോർ കോളിംഗ് us. So signing off, Leah and Laura. Bye bye.